ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഇത് അകാലനര, താരൻ എന്നിവ തടയാനായിട്ടും മുടി തഴച്ചു വളരാനും വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 6 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുക. ഉലുവ മുടി വേരുകളെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കും. ഉലുവയിലെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ തലയോട്ടിലെ ചൊറിച്ചിലും അതേപോലെ തന്നെ താരനും ഒക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് നമുക്ക് 5 ചെറിയ ഉള്ളിയാണ്. ഇത് തൊലി പൊളിച്ച് അരിഞ്ഞെടുക്കുക. ഉള്ളിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടി നരയ്ക്കുന്നത് ഒരു പരിധിവരെ തടയും. ഉള്ളിനീരിലെ സൾഫർ പുതിയ മുടി ഇഴകൾ വളരാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ എടുത്തു വച്ചിരിക്കുന്ന കറ്റാർവാഴ ലീഫിൻ്റെ കാൽഭാഗം ഞാൻ എടുത്ത് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമ്മുടെ ഈ ഹെയർ പാക്കിലായി ചേർക്കുന്നുണ്ട് കേട്ടോ. കറ്റാർവാഴ ജെല്ല് ഇല്ലെങ്കിൽ തൈര് ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നത് നല്ലതാണ്. മുടിക്ക് കൂടുതൽ മാർദ്ദവം കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ കറ്റാർവാഴ ജെല്ല് അല്ലെങ്കിൽ തൈര് ചേർക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. താഴെ ഒന്ന് ഹായ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ. അപ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും ചെറിയ ഉള്ളി അരിഞ്ഞതും കറ്റാർവാഴ ജെല്ലും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ദന്തംപാല ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. അതിന് പകരം ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദന്തംപാല ഓയിൽ താരന് വളരെ ബെസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓയിലാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഉലുവയൊക്കെ അരഞ്ഞ് കിട്ടുമോ? നന്നായിട്ട് കുതിർത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ അരഞ്ഞത്രയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അത് അരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. തുണിയോ അരിപ്പയോ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. പക്ഷെ നമുക്കിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് കുതിരാത്തത് കൊണ്ടാണ് ചിലർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അരയാത്ത പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടിയിലെ കെട്ടുകളൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം, മുടി ചീകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇത് നമ്മുടെ പാക്ക് സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ പെട്ടെന്ന് നീരിറക്കം കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ അവരൊരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. തണുത്ത വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിൽ കഴുകാം. വീര്യം കുറഞ്ഞ ഷാംപൂസ്, ഹെർബൽ ഷാംപൂസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് മുടി വളർച്ചയ്ക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ താരൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല രീതിയിൽ താരൻ കുറഞ്ഞു കിട്ടും. എങ്കിലും ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.